ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് ട്രൈ മൈ കിച്ചണിലേക്ക് സ്വാഗതം. എന്നാൽ ഞാൻ ടൊമാറ്റോ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, എരിവില്ലാത്ത 4 പച്ചമുളകാണ് എടുത്തത്. പിന്നെ അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. 250 ഗ്രാം ചിക്കൻ എടുത്തതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും മാറ്റാം. ഈ ചതച്ചെടുത്തതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേമാതിരി 1/2 സ്പൂണ് ഉപ്പ്. ഇതും കൂടി ചേർത്തത് ഒന്നും കൂടി നമുക്ക് അരച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് ഇത് പുരട്ടി കൊടുക്കുക. ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഞാനിനി ഒരു പാൻ എടുക്കുകയാണ്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടച്ചു മൂടിയിട്ട് ഈ ഒരു പാനിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരും. ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസാണ് ചേർത്തത്. ബാക്കി നമുക്ക് വഴിയെ ആഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പാനിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മതി, അല്ലെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്യുക. അപ്പോൾ അതൊന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ഒരു വലിയ പച്ചമുളക്, 2 തക്കാളി, ഒരു 4 അല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തക്കാളി അപ്പോൾ ഇതേമാതിരി നമുക്ക് അരച്ചെടുക്കണം. ഇനി പച്ചമുളക് ഞാൻ നേരത്തെ 1 എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊരു 2 പച്ചമുളക് ഉണ്ടെങ്കിൽ എരി ഒന്ന് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ 2 വലിയ പച്ചമുളകും കറിയിലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കന് അത്യാവശ്യം വെന്ത് വന്നപ്പോൾ ഞാൻ ഈ ഒരു പാനിന് ചിക്കൻ മാറ്റുകയാണ്, വെളിച്ചെണ്ണയും മാറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. 250 ഗ്രാം ചിക്കന് ഞാൻ 50 ഗ്രാം ബട്ടറൊക്കെയാണ് എടുത്തത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിയിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. വീഡിയോ എല്ലാവരും ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ചിക്കൻ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ടൊമാറ്റോയും കൂടി അരച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു തിള വരുന്നുണ്ട്. ഈ തിള വരുന്ന സമയത്ത് വേണം നമ്മൾ ചിക്കന് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ലേശം നമ്മൾ നേരത്തെ ചിക്കൻ ഇടുന്നതിന് മുന്നേ ടൊമാറ്റോൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം മാത്രം ചിക്കൻ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ടൊമാറ്റോൻ്റെയൊക്കെ ഫ്ലേവർ ചിക്കനിലേക്ക് വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ടൊമാറ്റോ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. താങ്ക്